ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. അത് നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഡെൻഡിക്കൽ എന്ന ജില്ലയിലാണ്. മനോഹരമായ ഈ പ്രദേശം വളരെ ആകർഷകമായ ഒരു സ്ഥലമാണ്. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ് കൊടൈക്കനാൽ. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ലേക്കാണ്. ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഈ ലേക്ക്. നക്ഷത്രാകൃതിയിലുള്ള ഈ ലേക്ക് വളരെ മനോഹരമാണ്. എല്ലാവിധത്തിലുള്ള സഞ്ചാരികളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. സൈക്ലിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമായി കാണുന്നത്. ഈ ലേക്കിന് ചുറ്റുമുള്ള ഈ മനോഹര കാഴ്ചകൾ കാണാൻ സൈക്കിളിൽ നമുക്ക് വാടകയ്ക്ക് കിട്ടുന്ന സൈക്കിളിൽ ഇത് ചുറ്റും കാണാൻ സാധിക്കും. നക്ഷത്ര ആകൃതിയിലുള്ള ഈ തടാകത്തിന് ചുറ്റും മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 60 ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ തടാകത്തിന് ബോട്ടിംഗ് സൗകര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ലഭ്യമാണ്. പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് ലഭ്യമാണ്. ആ ബോട്ട് എല്ലാ രീതിയിലുമുണ്ട്. പെഡൽ ബോട്ടും അല്ലാതെയും നമുക്ക് ലഭ്യമാണ്. അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈക്കിളിൽ സഞ്ചരിച്ച് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. അല്ലെങ്കിൽ കുതിര സവാരിയുമാകാം. ഇനി നമുക്ക് പോകേണ്ടത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഈ പൈൻ മരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ. ഇത്രയും പൈൻ മരങ്ങൾ ഒരുമിച്ച് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇത്രയും സംഭാവനകൾ ചിത്രീകരണത്തിൽ നൽകിയ ഒരിടം വേറെ ഉണ്ടാവില്ല. കൊടൈക്കനാലിലെ ഏത് ഷൂട്ടിംഗ് സെൻറ്ററിനും ഏറ്റവും പ്രധാനമായ സോങ് നിർമ്മിച്ചിരിക്കുന്നതെല്ലാം ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലായിരിക്കും. നിരവധിയായ മലയാളം, തമിഴ്, കന്നഡ ചിത്രങ്ങൾക്ക് ഇതൊരു പശ്ചാത്തല ഏരിയയായി മാറിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെയും കുതിരസവാരി നമുക്ക് ലഭ്യമാണ്. ചെറിയ തുക കൊടുത്താൽ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം യാത്ര നമുക്ക് ചെയ്യാൻ സാധിക്കും കുതിരയുടെ പുറത്ത്. അതും ഈ ഫോറസ്റ്റിൻ്റെ നടുവിലുള്ള ഈ പാതയിലൂടെ. വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ മരങ്ങളുടെ ഇടയിലെല്ലാം എത്ര ചൂടുള്ള സമയത്ത് പോലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ ക്ലൈമറ്റ് തന്നെ അതിനനുയോജ്യമാണ്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ പൈൻ ഫോറസ്റ്റിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക കുളിർമ തന്നെ നമുക്ക് തോന്നാറുണ്ട്. ചെറിയ എൻട്രി ഫീസുകൾ വാങ്ങിയിട്ടാണ് കൊടൈക്കനാലിലെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് സന്ദർശനം ലഭ്യമാവുന്നത്. എന്നാൽ പൈൻ ഫോറസ്റ്റിൽ ഇത് തികച്ചും സൗജന്യമാണ്. ഇത്തരം മനോഹരമായ ഈ സ്ഥലങ്ങളെല്ലാം പരിപാലിച്ചെടുക്കാൻ തന്നെ ഒത്തിരി സമയം വേണം എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യമാണ്. എന്നിട്ട് പോലും അതിന് ഫീസ് ഈടാക്കുന്നത് വളരെ പരിമിതമായിട്ട് മാത്രമാണ്. ഇനി നമുക്ക് ചെല്ലേണ്ടത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവിനും ഇതുപോലെ മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റാത്ത ചില കഥകൾ പറയാനുണ്ടാവും. മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ചിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമാക്കിയ ഈ ഒരു പശ്ചാത്തല ഏരിയയാണ് ഈ ഗുണ കേവിനോട് ചേർന്നുള്ള ഈ ഫോറസ്റ്റ്. ആദ്യകാലങ്ങളിലെല്ലാം ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ഡെവിൾസ് കിച്ചൺ എന്നാണ്, ചെകുത്താൻ്റെ അടുക്കള. ഈ പേര് വന്നു പെടാൻ കാരണം ഇവിടെ വന്ന് കണ്ടുപോയിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും മരണപ്പെട്ടു എന്നുള്ളതാണ്. അവിടുത്തെ കൊക്കയിലും ഗുഹകളിലുമൊക്കെ അകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ ആയതുകൊണ്ടാണ് ഇത്തരമൊരു പേര് ഇംഗ്ലീഷുകാർ അതിനെ നിർദ്ദേശിച്ചത്. എന്നാൽ വളരെ വൈകി ഗുണ എന്ന സിനിമ, തമിഴ് സിനിമ ചിത്രീകരിച്ചതിന് ശേഷം കമലഹാസൻ അഭിനയിച്ച ആ നല്ലൊരു ചിത്രത്തിന് ശേഷമാണ് ഈ പേര് മാറി ഇതിന് ഗുണ കേവ് എന്നറിയപ്പെട്ടത്. കൊടൈക്കനാലിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. സൂയിസൈഡിംഗ് പോയിൻറ്റും മല കയറാനുള്ള സൗകര്യങ്ങളുമുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ വാട്ടർഫാൾസും ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. ഏറ്റവും സുന്ദരമായ പ്രകൃതിയെ ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലമാണ് കൊടൈക്കനാൽ.